അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ 18-ാം വയസ്സിൽ മുതൽ ഒരിക്കൽ എൻ്റെ ഒരു ന്യൂ ഇയറിൽ എനിക്ക് എൻ്റെ ഒരു അധ്യാപകൻ പരേരയുടെ ജീവിത വിജയത്തിന് 30 ദിവസം എന്ന ഒരു പുസ്തകം പരിചയപ്പെടുത്തുകയും അതിന് മുന്നോടിയായി ഞാനത് വായിച്ചെടുക്കുകയും അതോടുകൂടെ എനിക്ക് സൈക്കോളജി ഫീൽഡിലേക്ക് എൻ്റെ എൻട്രൻസ് ആയിരുന്നു അത്. ഞാൻ ഒരുപാട് ചെറുപ്പം മുതലേ അധ്യാപകരുടെയും അല്ലാതെയുമായി ഒരുപാട് പ്രയാസങ്ങളിലൂടെ എൻ്റെ ജീവിതത്തെ കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ എനിക്ക് ഉണ്ടായ ഒരുപാട് പ്രയാസങ്ങൾ 3 തവണയോളം ഞാൻ പഠിക്കുന്ന ദർസിൽ നിന്ന് നിർത്തിപ്പോരാൻ ആഗ്രഹിക്കുകയും അധ്യാപകരുടെ സമ്മതമില്ലാതെ പോരുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. ഇതിനൊരു പരിഹാരം എന്നോണമാണ് എൻ്റെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് സൈക്കോളജി പഠിക്കുക എന്നുള്ള ഒരു സൈക്കോളജിൻ്റെ പുസ്തകങ്ങൾ കുറേ വായിക്കും. അപ്പോൾ ഒരുപാട് സന്തോഷം, കുറേയൊക്കെ സന്തോഷമാവും, ഹാപ്പിനെസ് കിട്ടും. അതിൽ ഒരുപാട് തെറാപ്പികളൊക്കെ പറഞ്ഞു തരും. അതുപോലെയൊക്കെ നമ്മൾ ചെയ്തു നോക്കും. ആരും ട്രെയിനികളായിട്ട് ആരും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു കുറേ കാലം കഴിഞ്ഞു പോയി. അതിനുശേഷം ഞാൻ മാനിപുരം സാറുടെയും അതുപോലെ ഒരുപാട് NLP, ഹീലിംഗ്, ഹിപ്നോസിസം, തിരുവനന്തപുരം പോയി ദിവസങ്ങളോളം അവിടെ നിന്നുകൊണ്ട് തന്നെ ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ കാലടിയിൽ പോയി ഒരു ഫാദർ ടോബി അവരുടെ ട്രെയിനിങ്ങിൽ NLPയുടെ ട്രെയിനിങ് പങ്കെടുത്തിട്ടുണ്ട്. ഇതൊക്കെ അന്നൊക്കെ ഒരു മനസ്സിനൊരു ആശ്വാസം. അതിലപ്പുറത്ത് കുറേ തെറാപ്പികളും കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടും. കുട്ടികളിലെ നമ്മുടെ ജീവിതത്തിൽ ഒക്കെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യും. ഇപ്പോൾ ഒരു 6 മാസത്തോളമായി ഹക്കീം സഖാഫി ഉസ്താദിൻ്റെ, ആയഞ്ചേരി ഉസ്താദിൻ്റെ LET അതിൽ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ പരിചയപ്പെടുത്തുകയും അങ്ങനെ ഞാൻ അതിൽ എത്തിപ്പെടുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നമ്മൾ തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറയുന്നത് പോലെ ഒരു പ്രത്യേക അനുഭവമായിരുന്നു. അന്ന് ലെറ്റിൽ ഫസ്റ്റ് തന്നെ എന്തിനു വേണ്ടി ലെറ്റിൽ വന്നു എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അവിടെ ഉസ്താദിൻ്റെ മുന്നിൽ പറയാനൊന്നുമില്ലായിരുന്നു. എന്തെനിക്കും ഒരു ഒരു വേദിയിൽ പബ്ലിക്കിലായിട്ട് സംസാരിക്കാൻ ഒരുപാട് പ്രയാസങ്ങൾ, അതൊക്കെ ഉസ്താദ് അപ്പോൾ തന്നെ കൺക്ലൂഡ് ചെയ്യുകയും പിന്നീട് അങ്ങോട്ട് എൻ്റെ ജീവിതത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ട് എന്ന സത്യം ഞാൻ അറിയുകയും അത് അനുഭവിക്കുകയുമായിരുന്നു. ഇതൊന്നും ഒരു ചെറിയ ലളിതമായ വാക്കുകളിലോ ചുരുക്കാൻ കഴിയുന്ന ഒരു അനുഭവമല്ല. ഞാൻ കുറഞ്ഞ കാലങ്ങളായിട്ടുള്ളൂ ഹക്കീം ഉസ്താദിൻ്റെ ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട്. അൽഹംദുലില്ലാഹ്. എനിക്ക് ഒരു 10 വർഷത്തോളം നമ്മൾ സൈക്കോളജി ഫീൽഡിൽ സഞ്ചരിച്ചതിൻ്റെ ഒരു 100 മടങ്ങിനപ്പുറത്ത് ഒരു അനുഭവത്തിലൂടെ കൂടെ അവിടെയൊക്കെ നമ്മൾ പഠിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതുമെല്ലാം തിയറികളും, നമുക്കെല്ലാവർക്കും കുറേ തിയറി പറയാൻ എളുപ്പമാണ്, പ്രാക്ടിക്കൽ പ്രയാസമാണ്. പക്ഷേ ഉസ്താദിൻ്റെ അടുത്ത് വന്നപ്പോൾ നമുക്ക് മനസ്സിലായ തിരിച്ചാണ്. തിയറി പഠിക്കലാണ് പ്രയാസം, പ്രാക്ടിക്കലാണ് ഈസി. പ്രാക്ടിക്കൽ സിമ്പിളാണ്, ഈസിയാണ്. വളരെ നമ്മൾ പ്രശ്നങ്ങളെയല്ല അഡ്രസ്സ് ചെയ്യേണ്ടത്, പരിഹാരങ്ങളെയാണ്. ഒരുപാട് പ്രശ്നങ്ങൾക്ക് എനിക്ക് അന്ന് പഠിച്ചതൊക്കെ ശരിക്കും ഉപകാരപ്പെട്ടത് ഉസ്താദിൻ്റെ ഫീൽഡിലേക്ക് വരുമ്പോഴാണ്, ഉസ്താദിൻ്റെ സിസ്റ്റത്തിലേക്ക് വരുമ്പോഴാണ്. തീർച്ചയായും നമ്മൾ കൗൺസിലിങ്ങിനൊക്കെ പല അതിനു മുമ്പ് ഞാൻ പലപ്പോഴും കൗൺസിലിങ്ങിനൊക്കെ പല കുട്ടികളും അതുപോലെ അല്ലാത്തവരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഒറ്റപ്പെട്ട കേസാണെങ്കിലും വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് അതൊന്നും ഒരു എൻഡിലേക്ക് എത്തിക്കാൻ കഴിയാറില്ല. അവർ വരും, നമ്മൾ കേൾക്കും, 1-2 പലർക്കും ചെറിയ പരിഹാരങ്ങളൊക്കെ പറഞ്ഞെടുത്താൽ സക്സസ് ആകും. പക്ഷെ അതൊന്നും നമുക്ക് സംതൃപ്തമായ രൂപത്തിലേക്ക് എത്താൻ കഴിയാത്ത വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ICSൽ വിദ്യാർത്ഥികളിൽ ഒക്കെ കുറേ കാര്യങ്ങൾ അവരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ തീർത്തും അവരൊക്കെ അനുഭവിക്കുന്ന ഒരു സുഖം, അത് ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം. ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്
ഈ ഒരു പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, വിദ്യാർത്ഥികൾ കൊഴിഞ്ഞു പോകുന്നു, വിദ്യാർത്ഥികൾക്ക് സ്ഥാപനത്തിൽ നമുക്കെല്ലാവർക്കും ഉസ്താദുമാരായ മുദരിസുമാരായ എല്ലാ ഉസ്താദുമാർക്കും പറയാനുണ്ടാവുക, കുട്ടികൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല. ഈ ഒരു പ്രശ്നം എല്ലാ ഉസ്താദുമാരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഈ പ്രശ്നത്തിനൊക്കെ വളരെ ലളിതമായ രൂപത്തിൽ, സിമ്പിളായ രൂപത്തിൽ പരിഹാരമുണ്ട്, പരിഹാരം അനുഭവിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ലെറ്റിൽ നമുക്ക് വന്നപ്പോൾ അനുഭവം. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ, പല വിദ്യാർത്ഥികളും നമ്മളെങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മൾ ക്യാമ്പസിലെത്തിയാൽ നമ്മളൊന്ന് കാണാനോ നമ്മളൊന്ന് കണ്ട് പോലെ എന്തെങ്കിലും ഒരു പ്രയാസം, പല വിദ്യാർത്ഥികളും അവർക്ക് എന്ത് സന്തോഷമുണ്ടായാലും നമ്മോട് വന്ന് പറയുന്ന രീതി, എന്ത് പ്രയാസമുണ്ടായി, എല്ലാ വിദ്യാർത്ഥികളും ഒന്നും എനിക്ക് പറയാൻ അവകാശപ്പെടാനായിട്ടില്ലെങ്കിലും പല വിദ്യാർത്ഥികളും അവർക്ക് എന്ത് സന്തോഷമുണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും ഒക്കെ വന്ന് പറയുന്ന ഒരു രീതി. പ്രത്യേക ഇപ്പോൾ പുതിയ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്തൊരു സമയം ക്യാമ്പസിൽ. അപ്പോൾ ഈ സമയത്ത് ഒരു 2 മാസമായിട്ടുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരിക്കലൊരു കുട്ടി, ഒരുപാട് രക്ഷിതാക്കൾ വിളിച്ച് പറഞ്ഞതിനപ്പുറത്ത് ഒരു കുട്ടി ഇപ്പോൾ അടുത്ത് ഭയങ്കര കുറച്ച് ദിവസമായിട്ട് ആ കുട്ടി വളരെ പ്രയാസത്തോടെ ഇങ്ങനെ നിൽക്കുന്ന പോലെ എനിക്കിങ്ങനെ തോന്നി. ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, എന്താണ് പ്രയാസം മോൻ, എന്താ പ്രയാസം? അതിൽ ആ കുട്ടി പറഞ്ഞൊരു അനുഭവം. ആ കുട്ടി അതിൻ്റെ മുമ്പത്തെ ദിവസം ആ കുട്ടി നാട്ടിലേക്ക് പോയിരുന്നു. നാട്ടിലേക്ക് പോയപ്പോൾ കുറച്ച് നേരത്തെ പോയിരുന്നു, സുഖമില്ലാതെ നേരത്തെ പോയപ്പോൾ എന്നെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ അടുത്തുള്ള അയൽവാസിയായ വേറെ കുട്ടിയുണ്ട്, ആ കുട്ടിയോട് ഞാൻ സൂചിപ്പിച്ചു, എന്താവും ആ കുട്ടി പറയാതെ പോയതാവോ എന്ന് പറഞ്ഞു. ആ കുട്ടി അതേപോലെ ആ കുട്ടിയോട് പോയി ഷെയർ ചെയ്യുകയും പിന്നീട് ഈ കുട്ടി പറയുന്നത്, ഉസ്താദ് എന്നോട് പറയാതെ പോയതിൽ എനിക്ക് ഭയങ്കര വിഷമം, ഞാൻ വേറൊരു ഉസ്താദ് അങ്ങോട്ട് ആക്കിത്തരാമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പോയതാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടം. അപ്പോൾ ആ കുട്ടിയുടെ പ്രശ്നം എന്താ, ആ കുട്ടി നമ്മളോട് പറയാതെ പോയതിൽ ആ കുട്ടിക്ക് വിഷമമുണ്ടായി. ഞാൻ ആ കുട്ടിയോട് പറയാതെ പോകരുതെന്നോ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? നമ്മൾ അവരോട് നല്ല പെരുമാറ്റങ്ങൾ പെരുമാറിയാൽ, ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, തുച്ഛമായ വേതനത്തിന് പല ഓഫീസുകളിലും അതുപോലെ തന്നെ പല ഒക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളെ കാണാം. അവർക്ക് സത്യം പറഞ്ഞാൽ അവർ വരുന്ന ട്രാവലിംഗ് അലവൻസിന് പോലും അവരുടെ ശമ്പളം മതിയാവുകയില്ല. എന്നിട്ടും അവർ സംതൃപ്തമായി ജോലി ചെയ്യുന്നു. എന്താ കാരണം? അവിടുന്ന് കിട്ടുന്ന അംഗീകാരവും അവർക്ക് കിട്ടുന്ന ബഹുമാനവുമാണ്. നമ്മൾ നമ്മുടെ മുത്താലിമീങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും പരിഗണിക്കുകയും ചെയ്താൽ തീർത്തും നമ്മൾ മുത്താലിമീങ്ങൾ അവരുടെ ഉമ്മമാരെ പോലെ, അവരുടെ ഉപ്പമാരെ പോലെ നമ്മൾ ഉസ്താദുമാരെയും കാണുമെന്നുള്ള ഒരു അനുഭവം. അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ പറയാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് പറയാനുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെല്ലാം പരിഹാരമാണ് LET ഹക്കീം ഉസ്താദിൻ്റെ കീഴിൽ വണ്ടൂരിലും മലപ്പുറത്തും അതുപോലെ തന്നെ കുറ്റ്യാടിയിലും കോഴിക്കോടും ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് അങ്ങനെ നടക്കുന്നുണ്ട്. സ്ഥാപനങ്ങൾ മൊത്തമായി സിസ്റ്റമായി ചെയ്യുന്ന സംവിധാനമുണ്ട്. നമ്മൾ ഇതിലൊക്കെ ഭാഗവാക്കായി നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണമെങ്കിൽ പുരോഗതി കൈവരിക്കാൻ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട് എന്നുള്ളൊരു അറിവാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.